നമ്മളുടെ ഇന്നത്തെ വിഷയം തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നാണ്. അതായത് ആഗോള അടിസ്ഥാനത്തിൽ ചിന്തിക്കുക, ലോക്കലായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ലോക്കലായിരുന്നാൽ മതി. ലോകം മുഴുവൻ ആക്ടിവിറ്റീസ് പെടരേണ്ട ഒരാവശ്യമില്ല. അവരവരുടെ ചുറ്റുപാടിൽ അവരവരിൽ പ്രവർത്തിച്ചു തുടങ്ങുക. ആക്ഷൻ അവിടെ തുടങ്ങണമെന്നാണ്. ഇത് ഞങ്ങൾ പഠിച്ചത് 88 കാലഘട്ടത്തിലാണ്. 88 എന്ന് പറഞ്ഞാൽ എത്ര വർഷമായെന്ന് നോക്കിയാൽ മതി. 88 കാലഘട്ടത്തിൽ പഠിച്ചതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഇത് പഠിപ്പിച്ചത് പ്രൊഫസർ ജോൺ സി ജേക്കബാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. എന്ത് ചെയ്താലും അത് ആഗോള അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടേ ചെയ്യാവൂ. ലോകം മുഴുവൻ പ്രസക്തമായിരിക്കണം. ഏത് വിഷയം എടുത്താലും ശരി. അങ്ങനെയാണ് കൃഷി ഒരു വിഷയമായി നിങ്ങൾ എടുത്താൽ ആ തത്വശാസ്ത്രം, ആ തത്വങ്ങൾ, കൃഷിയിലെ സ്വീകരിക്കുന്ന തത്വങ്ങൾ ആഗോള അടിസ്ഥാനത്തിൽ എവിടെയും അത് ശരിയായിരിക്കണം, പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ഇനി ആരോഗ്യം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ അത് ശരിയായിരിക്കണം, പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ അത് ചെയ്താൽ ലോകം മുഴുവൻ അത് പ്രസക്തമാണ്. നമ്മൾ ഇച്ചിരി ഇട്ടാവട്ടത്തിലാണ് ചെയ്യുന്നതെങ്കിലും അത് ലോകം മുഴുവൻ മനസ്സിൽ കണ്ടുകൊണ്ടേ ചെയ്യാവൂ എന്നാണ് ഇന്ന് പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അതായത് ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് നമ്മൾ കയറിയപ്പോ, ചുവട് വെച്ചപ്പോ അത് തിങ്ക് യൂണിവേഴ്സലി ആക്ട് ലോക്കലി എന്നുള്ളതായിട്ട് തിരുത്തി വായിക്കേണ്ടി വരും. കാരണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രപഞ്ചത്തോളം എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ നമുക്ക് ശരിയാണ് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. ആക്ട് ലോക്കലി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഗ്ലോബലി കഴിഞ്ഞാൽ യൂണിവേഴ്സലിയിലേക്ക് അത് പരിവർത്തനപ്പെടണം. പുരോഗമനം അവിടെയാണ്, അങ്ങോട്ടാണ് പരിവർത്തനം നടക്കണം എന്നുള്ള സാരം. ഇക്കോളജി എന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇക്കോളജി എന്ന ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്, കുറെ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നത്. അതായത് ഒന്നുമില്ല, വളരെ സിമ്പിളാണ് സാധനം. നിത്യജീവിതത്തിന്റെ സമസ്ത മേഖലകൾ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം? എന്തായിരിക്കാം അതിന്റെ കാരണം? സമസ്ത മേഖലകൾ, ആഹാര മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതായത് ആഹാരം നമുക്ക് വിഷമില്ലാത്തത് കിട്ടാനില്ലാത്ത അവസ്ഥ വന്നു, പോഷക മൂല്യങ്ങളൊന്നും ഇല്ലാത്തത് ആയി വന്നിരിക്കുന്നു. ഇന്നും സയൻസും ടെക്നോളജിയും ഇത്രയും അഡ്വാൻസ് ചെയ്തിട്ടും പട്ടിണിയെ ഇവിടെ പൂർണ്ണമായും ഒഴിവാക്കാൻ, ഭൂമിയിൽ നിന്നും തുടച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ അവിടെ എന്തോ തകരാറുണ്ട്. അതേമാതിരി തന്നെയാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു. തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു. അതായത് നമ്മളുടെ നിത്യജീവിതത്തിലെ ഏത് മേഖല എടുത്തിട്ട് വിശകലനം ചെയ്താലും പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കുന്നു എന്ന് മാത്രമല്ല, കാലം മുന്നോട്ട് പോകും തോറും കൂടുതൽ സങ്കീർണമാകുന്നു എന്ന യാഥാർത്ഥ്യവും കൂടി വന്നിരിക്കുന്നു. കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ എന്താണ് അതിന്റെ കാരണമെന്ന് നാം ഇത്രയും സയന്റിഫിക് ആയിട്ട് ഒരുപാട് പുരോഗമിച്ചില്ലേ? ഒരുപാട് സയൻസ് പുരോഗമിച്ചു, ടെക്നോളജികൾ ഒരുപാട് പുരോഗമിച്ചു, സയൻസ് ഒരുപാട് പുരോഗമിച്ചു, അഡ്വാൻസ് ചെയ്തു. ഈ സയൻസിന്റെ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടും, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടും, ടെക്നോളജി ഒരുപാട് മുന്നോട്ട് പോയിട്ടും നിത്യജീവിത പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നുണ്ട് എങ്കിൽ
നാം സംശയിക്കണം. അതായത് നമ്മളുടെ ശാസ്ത്രം ഒന്നുകിൽ നാം കയ്യിലെടുത്തിരിക്കുന്ന ശാസ്ത്രം ശാസ്ത്രമല്ല, നാളിതുവരെ നമ്മൾ കയ്യിലെടുത്തിട്ടുള്ള ശാസ്ത്രം ശാസ്ത്രമേ അല്ല, അല്ലെങ്കിൽ നാം നാളിതുവരെ എടുത്ത് പ്രയോഗിച്ച ശാസ്ത്രങ്ങൾക്ക് എന്തോ പോരായ്മയുണ്ട്. നാം കയ്യിലെടുത്തത് മുഴുവൻ ശാസ്ത്രീയമായിരുന്നു എങ്കിൽ, എടുത്ത ശാസ്ത്രങ്ങളൊക്കെ ശാസ്ത്രീയമായിരുന്നു എങ്കിൽ പ്രശ്നങ്ങൾ ഒഴിയല്ലേ വേണ്ടേ? കാലം മുന്നോട്ട് പോകും തോറും പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോയി നമ്മൾ സുഖമായ ഒരു അവസ്ഥയിലേക്ക് എത്തി വരികയല്ലേ വേണ്ടത്. അതിനു പകരം നമ്മളുടെ അവസ്ഥ എന്താണ്? സംതൃപ്തി, സമാധാനം, സന്തോഷം, ശാന്തി, ആനന്ദം, ഇതെല്ലാം അകന്നുകൊണ്ടിരിക്കുന്നു നമ്മളിൽ നിന്നും. മനുഷ്യ വ്യക്തികളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു, സമൂഹത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു, രാജ്യങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ നമുക്ക് നമ്മളെടുത്ത ശാസ്ത്രത്തെ ഒന്ന് പുനർപരിശോധിക്കേണ്ടി വരും. അത് ശാസ്ത്രമാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും. നമ്മൾ ശാസ്ത്രം 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 എന്ന് വിളിക്കുമ്പോൾ അത് ശാസ്ത്രമായിരുന്നു എങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ്? ഒരു ശാസ്ത്രത്തിന്റെ മാനദണ്ഡം എന്താണ്? നമ്മൾ എടുത്തത് ശാസ്ത്രം ആയിരുന്നു എങ്കിൽ അത് ആനന്ദം തരുന്ന ഒന്നായിരിക്കണം. ആനന്ദം തരാത്തതൊന്നും ശാസ്ത്രമല്ല. ശാസ്ത്രത്തിന് ഒരു മാനദണ്ഡം വേണ്ടേ? പ്രശ്നങ്ങൾ ഒഴിയുന്നതാവണ്ടേ ശാസ്ത്രം? അങ്ങനെ വരുന്നില്ല. അങ്ങനെയല്ല നമ്മളുടെ അനുഭവം. എങ്കിൽ ശരിയാണ്, ഒരുപാട് ടെക്നോളജികൾ വികസിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മളുടെ ജീവിതത്തെ ഒന്ന് പുനർപരിശോധിക്കണം. നാം എടുത്ത ശാസ്ത്രത്തെ നമ്മളൊന്ന് ഈ ഘട്ടത്തിൽ സാമൂഹ്യ മാറ്റം, ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നും സംതൃപ്തിയും സമാധാനവും സന്തോഷവും ആനന്ദവുമുള്ള ഒരു സമൂഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു സാമൂഹ്യ മാറ്റം വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ മാറ്റം അവനവനിൽ തുടങ്ങിയേ പറ്റും. അവൻ മാറിയത്, അവൻ മാറണം. അവന്റെ ആക്ടിവിറ്റി, ചുറ്റുപാടിലെ ആക്ഷൻ തിരുത്തണം. ആക്ടിവിറ്റീസിൽ തിരുത്തുകൾ വേണ്ടി വരും. അവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തൊക്കെയോ തിരുത്തലുകൾ വരുത്തണം. ആ തിരുത്തലുകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നുള്ളതാണ്. അവന്റെ ചിന്താഗതി, വീക്ഷണം, സമീപനം സർവ്വതും മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനാവില്ല. അവനവന്റെ ചുറ്റുപാടിൽ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇതിലാണ് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം. ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം നമ്മൾ കയ്യിലെടുക്കുന്നു. ഒരു പുതിയ ശാസ്ത്രം നമ്മൾ കയ്യിലെടുക്കുന്നു. അതായത് ആ ശാസ്ത്രം ഇന്റർ ഡിപ്പെൻഡൻസിനെ പഠിക്കുന്ന ശാസ്ത്രമാണ്. ഈ പ്രപഞ്ചം ഒന്നടങ്കം പരസ്പരം സഹകരിച്ച്, സഹായിച്ച്, സ്വാധീനിച്ച്, പരസ്പര ബന്ധിതമായി എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നതിനെ പറ്റി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഇക്കോളജി. പരസ്പര സഹകരണത്തിൽ ഊന്നി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇത് സ്വയം നിലനിൽക്കുന്നത്, സന്തുലിതമായി ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്, സൃഷ്ടിയുടെ ഓരോ അംശവും പരസ്പര ബന്ധിതമാണ്. ഇവ കാണുന്ന സകല അണ്ടകടാഹം മുഴുവനുമുള്ള സർവഭൗതിക വസ്തുക്കളും പരസ്പര ബന്ധിതമാണ്. പരസ്പരം ആശ്രയിച്ചാണ് ഇവിടെ നിലനിൽക്കുക, പരസ്പരം സ്വാധീനിച്ചാണ് ഇവിടെ നിലനിൽക്കുക. ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇക്കോളജി. ഇക്കോളജി എന്ന ശാസ്ത്രത്തിന്റെ പിൻബലമില്ലാത്ത അതിന്റെ അകമ്പടിയില്ലാത്ത, അതായത് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ അകമ്പടിയില്ലാത്ത ഫിസിക്സ് പരാജയപ്പെടും. അതാണ് ഇന്നത്തെ ഫിസിക്സിന്റെ കുഴപ്പം. ഫിസിക്സ് നല്ലതാണ്, ഒരു സൂപ്പർ സയൻസ് ആണ്. നമ്മൾ ചന്ദ്രനിൽ പോയി കാലുകുത്തി ഒരുപാട് ടെക്നോളജികൾ, ഇവിടെ ഇരിക്കുന്ന ഒരാളിന്, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളിനെ കണ്ടുകൊണ്ട് വർത്തമാനം പറയാം. എത്രയും വേഗത്തിൽ, എത്രയും സ്പീഡിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറന്നിറങ്ങാം. എല്ലാ
ഇതും വന്നിട്ടുണ്ട്. പക്ഷേ ആ ശാസ്ത്രം മനുഷ്യകുലത്തിന് നാശവും കൂടി വിതയ്ക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാജ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ആയുധപ്പുരകളുടെ മൊത്തം കണക്കിലെടുത്താൽ, ആറ്റം ബോംബുകളുടെ മാത്രം കണക്കിലെടുത്താൽ, നമ്മളുടെ ഈ കൊച്ചു ഭൂമിയെ 7 പ്രാവശ്യം തവിട് പൊടിയാക്കാൻ പറ്റുന്ന അത്ര ആറ്റം ബോംബ് ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കി പെരക്കത്ത് വെച്ചിരിക്കുകയാണ്. എത്രമാത്രം യുദ്ധത്തിന്റെ ഉപകരണങ്ങളാണ് നമ്മൾ സൃഷ്ടിച്ചത്. ഇത് ശാസ്ത്രത്തിന്റെ നേട്ടമല്ലേ? അതിന്റെ നേട്ടമല്ലേ? മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ശാസ്ത്രത്തിന് വഴിതെറ്റിയെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ഫിസിക്സിന്റെ വഴിതെറ്റലാണ്. വളരെ ഗുണകരമായി ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും നന്മയിലേക്ക് നയിക്കേണ്ട ഒരു ശാസ്ത്രം, ആ ശാസ്ത്രം വഴിതെറ്റിപ്പോയിരിക്കുന്നു. അതിന്റെ കാരണം അതിന് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ പിൻബലമില്ലാത്തത് കൊണ്ടാണ്, അതിന്റെ സപ്പോർട്ട് ഇല്ലാതെ പോയത് കൊണ്ടാണ്. കെമിസ്ട്രിക്കും ഇത് പറ്റി, സുവോളജിക്കലും ഇത് പറ്റി. അതുകൊണ്ടാണ് സകല ശാസ്ത്രങ്ങളും ഇന്ന് പറ്റാതാവുന്നത്. ഇതെല്ലാം മനുഷ്യകുലത്തിന്റെ സംതൃപ്തിയെയും സമാധാനത്തെയും സന്തോഷത്തെയും എത്ര മടങ്ങ് കൂട്ടി ഈ ശാസ്ത്രങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്രങ്ങളെല്ലാം കൂട്ടിയോ ഇല്ലയോ, അത് ശരിയായ ഒരു ശാസ്ത്രമായി, അതൊരു കലയായി. ഇക്കോളജിയുടെ പ്രത്യേകത അതാണ്. അത് ശാസ്ത്രമാണ്, അതോടൊപ്പം അതൊരു കലയുമാണ്. ഫിസിക്സ് ഒരു കലയായി മാറണം, ശാസ്ത്രത്തോടൊപ്പം തന്നെ ഒരു കലയായി മാറണം. കെമിസ്ട്രിയും ഒരു കലയാവണം, ജീവിതഗന്ധിയാവണം. വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ അകമ്പടി വേണം. അതാണ് ഇക്കോളജിയുടെ പ്രസക്തി. ആ ഇക്കോളജിയാണ് നമ്മളോട് പറയുന്നത്. ഇക്കോളജി ശാസ്ത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി. നമ്മുടെ ആക്ഷൻ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഈ ഭൂമിയിലെ ഒരു ഉറുമ്പിന് പോലും വേദനിക്കരുത്, മനുഷ്യന് പോലും വേദനിക്കരുത്. എല്ലാ ജീവജാലങ്ങളും സസ്യജാലങ്ങളും മണ്ണും വെള്ളവും മനുഷ്യരും തമ്മിൽ പരസ്പര പൂരകമായി ജീവിക്കേണ്ട ഒരിടം, ആഘോഷത്തോടെ ജീവിക്കേണ്ട ഒരിടം, ആനന്ദത്തോടെ ജീവിക്കേണ്ട ഒരിടമാണെന്ന് നാം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമായി ജന്മമെടുത്തവരാണ് മനുഷ്യർ. പക്ഷേ നമ്മൾ ഇന്ന് നരയിക്കുന്നു, നമുക്ക് നോവുന്നു, വേദനിക്കുന്നു, കഷ്ടപ്പെടുന്നു. ഇത് മാറണമെന്നുണ്ടെങ്കിൽ അവരവരുടെ കാഴ്ചപ്പാടിൽ, വീക്ഷണത്തിൽ, സമീപനത്തിൽ കാതലായ മാറ്റം ഉണ്ടായേ പറ്റൂ. അവരുടെ ആക്ഷനിൽ, ആക്ടിവിറ്റീസിൽ, പ്രവൃത്തിയിലും മാറ്റം ഉണ്ടായേ പറ്റൂ. ഈ പ്രവൃത്തി എന്തിന്റെ അടിസ്ഥാനത്തിലാവണം എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ നിൽക്കുന്ന പ്രവൃത്തി എന്തിന്റെ അടിസ്ഥാനത്തിലാകണം? അത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാവണം എന്ന് സാരം. ധർമ്മം. അതുകൊണ്ടാണ് ഹാപ്പിനെസ്സിൽ കർമ്മം ധർമ്മമാകുമ്പോൾ ആനന്ദം. അപ്പോഴേ ആനന്ദം വരും. നമ്മുടെ കർമ്മങ്ങൾ അത്രയും ധർമാധിഷ്ഠിതമാകണം. ഈ ധർമ്മത്തെ പറ്റി ഒരുപാട് കോലാഹലം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കോലാഹലം. എന്താണ് ഈ ധർമ്മം? കർമ്മം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ബ്രാഹ്മണ സമൂഹത്തിന്റെ കർമ്മങ്ങളാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അതല്ല, അതവരുടെ ആചാരമാണ്, ഒരു വിഭാഗത്തിന്റെ ആചാരമാണ്. അതല്ല ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന സകല ജീവജാലങ്ങൾക്കും ഒരു ധർമ്മം നിറവേറ്റാനുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചു വളരുന്ന സകല സസ്യജാലങ്ങൾക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്, ധർമ്മം നിറവേറ്റാനുണ്ട്. അതാണ് ധർമ്മം. എന്താണ് ആ ധർമ്മം? ഈ പ്രപഞ്ചത്തിന്റെ ആ പ്രപഞ്ചത്തിന്റെ അഭിലാഷം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ധർമ്മം. നമ്മളെല്ലാം ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്, ജന്മമെടുത്തിരിക്കുന്നത് ഈശ്വരന്റെ അഭിലാഷം നടപ്പിലാക്കാനുള്ള ഉപകരണങ്ങളായിട്ടാണ്. നമ്മളെല്ലാം ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങളുടെ ജോലി
പ്രകൃതിയുടെ അഭിലാഷം, ഈശ്വരന്റെ അഭിലാഷം, അത് ആനന്ദമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്, രൂപമെടുത്തിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തിലൊക്കെയോ വിട്ട് ഉഴലുന്നു. ഇതിനെ തിരുത്തേണ്ട നമുക്ക് തിരുത്തിയേ പ്രതിയാവും. അല്ലെങ്കിൽ മനുഷ്യ കുലം എന്ന് പറയുന്ന ഈ ജീവി ഈ ഭൂമിയിൽ അന്യം നിന്ന് പോവുക തന്നെ ചെയ്യും. മനുഷ്യൻ അന്യം നിൽക്കാനുള്ള പ്രവൃത്തി നടക്കുമ്പോൾ മനുഷ്യൻ മാത്രം അല്ലല്ലോ അന്യം നിന്ന് പോവുക. എത്രയോ ജീവജാലങ്ങളും ഭൂമിയും. ഇന്ന് ജപ്പാനിലിട്ട ആറ്റം ബോംബിന്റെ ദുരന്തം ഇന്നും അവസാനിച്ചിട്ടില്ല. എന്നോ ഇട്ട ബോംബാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുക. ഇന്നും നമ്മൾ യുദ്ധത്തിലാണ്. എല്ലാ മനുഷ്യ സമൂഹങ്ങളും തമ്മിൽ യുദ്ധത്തിലാണ്. ഉപകരണം, ആയുധം കൊണ്ടുള്ള, തോക്ക് കൊണ്ടുള്ള, പീരങ്കി കൊണ്ടുള്ള, പാറ്റൻ ടാങ്ക് കൊണ്ടുള്ള യുദ്ധത്തിനേക്കാളും മനസ്സിന്റെ ഉള്ളിൽ അതിന്റെ കൊണ്ടുള്ള യുദ്ധത്തിലാണ്. ഓരോരുത്തരും യുദ്ധത്തിലാണ്, യുദ്ധഭൂമിയിലാണ് നമ്മൾ. ഇത് മാറണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ മാറിയേ പറ്റൂ. നമ്മളുടെ കർമ്മങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. ആ കർമ്മം മാറ്റുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ധർമ്മങ്ങൾ എന്താണെന്ന് അറിഞ്ഞ്, എന്താണ് നമ്മളുടെ ധർമ്മം, ഈ ഭൂമിയിൽ നാം എന്തിനായിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന് ഒരു 3 ധർമ്മങ്ങളാണുള്ളത്. 3 ധർമ്മം. ഇത് ഞാൻ ഈ ധർമ്മം എന്ന് പറഞ്ഞത് ഭാരതത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന ധർമ്മമല്ല, ഏതെങ്കിലും വേദങ്ങളിലോ പുരാണങ്ങളിലോ എഴുതി വെച്ചിരിക്കുന്ന ധർമ്മമല്ല. ഇത് ഇക്കോളജി ശാസ്ത്രപ്രകാരമുള്ള ധർമ്മത്തിന്റെ കാര്യമാണ്. പ്രകൃതി നിയമങ്ങളെ മനസ്സിലാക്കിയിട്ട് ഉള്ളൊരു ധർമ്മമാണ്. എന്താണ് ധർമ്മം? ഇപ്പൊ നമ്മൾ കൃഷി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും എല്ലാ ജീവജാലങ്ങൾക്കും നമ്മൾ കീടങ്ങൾ എന്ന് വിളിച്ച് അതിനെ നാമാവശേഷമാക്കാൻ കീടനാശിനി തളിക്കുമ്പോ ആ കീടങ്ങൾക്കൊരു ധർമ്മമുണ്ട് എന്ന് വിളിച്ചു പറയേണ്ടതില്ലേ? എന്ത് പറ്റി ആധുനിക കൃഷി ശാസ്ത്രത്തിന്? കീടങ്ങൾ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനുള്ളതാണ്, കളകൾ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനുള്ളതാണ്. കളകൾക്കൊരു ധർമ്മം ഇവിടെ നിറവേറ്റാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കെമിസ്ട്രിക്ക് പറ്റാതെ പോയതിന്റെ കാരണം ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ്. മനുഷ്യന്റെ ധർമ്മങ്ങളിൽ അതിപ്രധാനമായ ധർമ്മം സ്വധർമ്മം, രണ്ടാമത്തെ ധർമ്മം കുലധർമ്മം, മൂന്നാമത്തെ ധർമ്മം സനാതന ധർമ്മം. അങ്ങനെ 3 ധർമ്മങ്ങളാണ്. ഈ 3 ധർമ്മങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ഈ ധർമ്മത്തിൽ വീഴ്ച വരുമ്പോ അതിന്റെ ദുരന്തങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ആ ധർമ്മങ്ങൾ എന്തൊക്കെ? സ്വധർമ്മം എന്താണ്? മനുഷ്യന്റെ സ്വധർമ്മം. മനുഷ്യന്റെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സീഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ കവിഞ്ഞ് അവന് ഒന്നിനെയും പ്രകൃതി പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് പ്രകൃതി അവനെ സൃഷ്ടിക്കുമ്പോ അവന് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കിയിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. പിന്നീട് അവന്റെ പുരോഗമനം വരുമ്പോൾ, അവൻ പെരുകുമ്പോ അവന് ജീവിക്കാൻ ആവശ്യമായത് മുഴുവൻ അവൻ തന്നെ സൃഷ്ടിക്കണം. അതിന്റെ സീഡ് വിതരണം ചെയ്യേണ്ട ജോലി അവൻ്റെതാണ്. അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് അവന്റെ ഭക്ഷണത്തിനുള്ള വിത്ത് വിതരണം ചെയ്യുമെന്ന് ആരും കരുതരുത്. അവനവന് വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വിത്തുകളുടെ വിതരണം, ഇത് സ്വധർമ്മമാണ്. ഭക്ഷണം കഴിക്കുന്ന സകലരുടെയും ധർമ്മമാണ്. സകലരും അത് ചെയ്തേ പറ്റൂ. കുറെ ആൾക്കാർ കൃഷി ചെയ്യുക, കുറെ ആൾക്കാർ തിന്നാനിരിക്കുക, അത് പ്രകൃതിയിലില്ല. പ്രകൃതിയിൽ സകലരും അവരവരുടേതായ ധർമ്മം നിറവേറ്റണം, സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് പ്രകൃതിയിൽ എല്ലാ വിധത്തിലും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാറ്റ് മൂലം വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് സസ്യങ്ങൾ കാറ്റ് മൂലം വിത്ത് വിതരണം നടത്തുന്നുണ്ട്. അപ്പൂപ്പന്താടി അതാണ്, മഹാഗണി അതാണ്, കമ്പകം അതാണ്, മട്ടി അതാണ്. ലക്ഷക്കണക്കിന് വിത്തുകളാണ് വിതറുക അവര്. അതിൽ കുറച്ചൊക്കെ 1 or 2 10 എവിടെയെങ്കിലുമൊക്കെ കിളുത്താലായി, കിളുത്തില്ലെങ്കിലായി.
എവിടെയെങ്കിലുമൊക്കെ വീഴും, പക്ഷേ അതിലും കിളുക്കും. അനുകൂലമായ സാഹചര്യത്തിൽ പോയി വീഴുന്ന വിത്ത് കിളുത്തിരിക്കും. അനുകൂലമായി വീഴേണ്ട സ്ഥലം, അത് ഒരുപാട് ചാൻസസ് വേണ്ടി വരുന്നു. ഇനി വേറൊരു വിഭാഗം സസ്യങ്ങളുണ്ട്, അവര് വിത്ത് വിതരണം നടത്തുന്നത്, അവരുടെ വിത്ത് വിതരണം നടത്തുന്നത് വെള്ളത്തിലൂടെയാണ്. നമ്മളുടെ തേങ്ങ, ഒതളങ്ങ, കടമ്പ എന്ന് പറയുന്ന കുറെ സസ്യവിഭാഗങ്ങളുണ്ട്. അതായത് വാട്ടർ എഡ്ജ് പ്ലാന്റ്സ്, ഇവരുടെ വിത്ത് വിതരണം നടത്തുന്നത് വെള്ളമാണ്. അതും ഇതുപോലെയാണ്, തോന്നിയെടുത്താണ് പോയി കിളുക്കുക. എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. ആ സസ്യങ്ങളുടെ വിത്ത് വിതരണം നടത്തുന്നു. അതൊന്നും തന്നെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇവരാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് തേങ്ങ കൃഷി ചെയ്യുമ്പോൾ, തെങ്ങ് കൃഷി ചെയ്തതിൽ എന്തിലുണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വിത്തെടുത്തിട്ട് ഒരു 20-22 ദിവസം വെള്ളത്തിലിടും. വെള്ളത്തിൽ പൊന്തിക്കിടക്കണം ആ തെങ്ങ്. എങ്ങനെ കിടക്കണം എന്നൊക്കെ ഉണ്ട് പാരമ്പര്യ കൃഷിയിൽ. വെള്ളത്തിലെടുത്തിട്ടാൽ ആ തേങ്ങ വെള്ളത്തിൽ എങ്ങനെ കിടക്കണം, എത്ര ദിവസം കിടക്കണം, അതിനുശേഷം ആ വിത്തെടുത്ത് പാകും. കാരണം വെള്ളത്തിലൂടെ വിത്ത് വിതരണം ചെയ്യുന്ന ഒരു സസ്യമാണ് തെങ്ങ്. അതിനാണ് അങ്ങനെ ചെയ്യുക. ഇപ്പൊ വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന കുറെ സസ്യങ്ങൾ. പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നു. ഒരുപാട് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നുണ്ട്. കാക്ക ഒരു മാങ്ങ കൊത്തിക്കൊണ്ടുപോയി മറ്റൊരു ഇടത്തിലിരുന്ന് മാങ്ങ തിന്ന ശേഷം അതിന്റെ അണ്ടി അവിടെ ഉപേക്ഷിക്കും. അതൊരു വിത്ത് വിതരണം നടത്തലാണ്. പിന്നെ എല്ലാ ജീവജാലങ്ങളും വിത്ത് വിതരണം നടത്താൻ, കുറെ ജീവജാലങ്ങൾ വിത്ത് വിതരണം നടത്തുന്നു. കുറെ ജീവജാലങ്ങൾ ആ വിത്ത് കിളുത്തതിനെ പരിപോഷിപ്പിക്കാനായിട്ട് വർക്ക് ചെയ്യുന്നു. മണ്ണുഴുതു മറിച്ചു കൊടുക്കുന്നു. ബാക്ടീരിയ സസ്യജാലങ്ങളുടെ ഇലകളെ പൊടിച്ച് വളം കൊടുക്കുന്നു. മഴ നനച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്. ഇതെല്ലാം ഓരോ 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 പർപ്പസ് സ്പെസിഫിക് ആയിട്ട് വേണ്ടവർക്ക് വേണ്ടി ചെയ്തത്. എന്നാൽ പ്രകൃതി ആശിക്കുന്നിടത്ത്, ഈശ്വരൻ ഇച്ഛിക്കുന്നിടത്ത് വിത്തിടാൻ ഒരു ജീവിയെ സൃഷ്ടിച്ചു. ആ ജീവിയുടെ പേരാണ് മനുഷ്യൻ. വേണ്ടിടത്ത് വേണ്ട വിത്ത് വേണ്ടത്ര വേണ്ടപ്പോൾ ഇടണം. അതിനായിക്കൊണ്ട് ജന്മമെടുത്തവരാണ് നമ്മൾ. പക്ഷേ നമ്മളുടെ വിത്ത് വിതരണം എന്ന് പറയുന്ന ധർമ്മം നമ്മളിൽ, ഈ ഭൂമിയിലുള്ളവരിൽ എത്ര പേർ ചെയ്യുന്നു എന്നുള്ളതാണ്. സകലരും ചെയ്യേണ്ടതാണ്. സകലരും ചെയ്യണം. വിത്ത് വിതരണം ചെയ്തേ പറ്റൂ. അവരുടെ സ്വധർമ്മം ചെയ്യാതെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ നിന്നും പിരിഞ്ഞു പോകാമെന്ന് ആരും കരുതണ്ട. ധർമ്മം ചെയ്തേ പറ്റൂ. സ്വധർമ്മം, പരമാവധി വിത്തുകൾ വിതരണം ചെയ്തേ പറ്റൂ, ഇട്ടുകൊടുത്തേ പറ്റൂ. ഇത് നമ്മളുടെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് പഠിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും. ഒരു 5 വർഷത്തേക്ക് സകല ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിക്കുക, സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുക. സകല മനുഷ്യരും, പ്രൈവറ്റും ഗവൺമെന്റും, സകല ജീവിക്കാൻ ആവശ്യമായത് മാത്രം കർമ്മങ്ങളിൽ പെടുത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരും കൂടി വിത്ത് വിതരണം എന്ന് പറയുന്ന സ്വധർമ്മത്തിലേക്ക് ഒന്ന് ഇറങ്ങിക്കുക, കർമ്മത്തിലേക്ക് ഇറങ്ങിക്കുകയും ഓരോരുത്തരും അവരവരുടെ ചുറ്റുപാടിൽ ചെയ്തു തുടങ്ങിക്കുകയും അവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇടത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ. ഇങ്ങനെ ചെയ്താലത്ത അവസ്ഥ എന്തായിരിക്കും? ഭൂതലം മുഴുവൻ പച്ചപ്പാക്കി മാറ്റാനാവില്ലേ? അത് ഭൂതലം മുഴുവൻ പച്ചപ്പാക്കി മാറ്റിയാൽ എന്താണ് അവിടെ സംഭവിക്കുക? ഈ ഭൂമിയുടെ ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ്, ഭൂമിയുടെ മൂലധനമാണത്. സീഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോ അതിൽ കിട്ടുന്ന ഭക്ഷണമല്ല പ്രധാനം, അവിടെ മൂലധന ശേഖരണം നടക്കും. ജീവനെ മണ്ണിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണത്. ജീവന്റെ ധാരയിലേക്ക് ജീവന്റെ പുഴയെ ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഇത് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ജീവ സമൂഹത്തിന് ജീവനോടെ മുന്നോട്ട് പോകാൻ പറ്റുക? ഇത് ചേർത്തേ പറ്റൂ. സകലരും ഒരു 5 വർഷം കൊണ്ട് ചെയ്താൽ ഇത് മുഴുവൻ സാധ്യമാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. തീയിടരുത് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്.
ശേഖരിച്ച സൂര്യപ്രകാശത്തെ നശിപ്പിക്കരുത്, നശിപ്പിക്കാതെ അത് മണ്ണിലേക്ക് ചേരണം. അങ്ങനെ സ്വധർമ്മം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഭൂമിയിൽ പട്ടിണി ഉണ്ടാകുമോ? കുടിവെള്ള ക്ഷാമം വരുമോ? വെള്ളത്തിന്റെ ജലക്ഷാമം വരുമോ? വായുവിന് എന്തെങ്കിലും ക്ഷാമം വരുമോ? സൂര്യപ്രകാശം തന്നെയാണ് ആകാശം, അഗ്നി, വായു, വെള്ളം, ഭൂമി. സൂര്യപ്രകാശം തന്നെയാണ് നാം കഴിക്കുന്ന ഭക്ഷണം. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജം, ഒരൊറ്റ ഊർജമേ ഈ ഭൂമിക്കുള്ളൂ, സൗരോർജമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജമാണ് ഭക്ഷണം. അതേമാതിരി തന്നെയാണ് വെള്ളം. സൂര്യപ്രകാശം പുനരാവിഷ്കരിക്കപ്പെട്ടതാണ് വെള്ളം. അത് വെള്ളം സൂര്യപ്രകാശം തന്നെയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം തന്നെയാണ്. വായു എന്ന് പറഞ്ഞാലും പുനരാവിഷ്കരിക്കപ്പെട്ട സൂര്യപ്രകാശമാണ് വായു. വായുവും വെള്ളവും ഭക്ഷണവും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളല്ലേ? ഒരു ജീവനോടെ നിലനിൽക്കുന്നതിന് ഇത് ആവശ്യമല്ലേ? അതിനല്ലേ പ്രമുഖ സ്ഥാനം കൊടുക്കേണ്ടത്, പരിഗണന കൊടുക്കേണ്ടത്? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ജോലികളുള്ളൂ. അതാണ് സ്വധർമ്മം. അവനവന് വേണ്ട ഭക്ഷണം, വെള്ളം, വായു ശേഖരിക്കാൻ ആവശ്യമായ കർമ്മം അവനവന്റെ ചുറ്റുപാടിൽ ചെയ്യുക. അങ്ങനെ പ്രശ്നം പരിഹരിക്കും. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും വായുവും ശേഖരിക്കാൻ പറ്റണം. ഇത് ആ സ്വധർമ്മം പാലിക്കാത്തത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. നാം സ്വധർമ്മം ചെയ്യുന്നില്ല എന്നതോ പോട്ടെ, കാക്ക കൊണ്ടയിട്ടതും കൂടി വെട്ടിക്കളയുന്നു, കാറ്റ് കൊണ്ടയിട്ടതും കൂടി തകർത്ത് കളയുന്നു നമ്മൾ. ആ മനുഷ്യൻ ശിക്ഷ അർഹിക്കുന്നു. അത്തരം സ്വധർമ്മം പാലിക്കാതെ മറ്റുള്ള ജീവജാലങ്ങളും വെള്ളവും കാറ്റും കാക്കയും കൊണ്ടയിട്ടതും കൂടി വെട്ടാൻ തുനിഞ്ഞാൽ ഈ ജീവി ശിക്ഷ അർഹിക്കുന്നു. 100% ശിക്ഷ അർഹിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് ആ ശിക്ഷ പതിക്കുന്നതിന് മുമ്പ്, നമ്മളുടെ കോൽ പതിക്കുന്നതിന് മുമ്പ് നാം തിരുത്തേണ്ടിയിരിക്കുന്നു. സ്വധർമ്മം ചെയ്യുക, സകലരും സ്വധർമ്മം ചെയ്യുക. അതുകൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ആനന്ദം കിട്ടുക. കൃഷി മേഖലയിലേക്ക് ഇറങ്ങുന്നവർക്ക് എല്ലാവർക്കും ആനന്ദമായിരിക്കും. അത് ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേകത, അത്രേ ഉള്ളൂ. എന്തോ ഒരു പ്രത്യേകത, തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. അതുകൊണ്ട് സ്വധർമ്മം എന്താണെന്നറിഞ്ഞ് അവരവരുടെ ചുറ്റുപാട്, ഇത്തിരി പോന്ന സ്ഥലമാണ്, 3 സെന്റാണ്, 5 സെന്റാണ്, 10 സെന്റാണ്, 100 ഏക്കറാണ്. ആ ഏക്കറിൽ പതിക്കുന്ന 3 സെന്റിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ ഒരു രശ്മി പോലും പാഴാകാത്ത വിധം സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ധർമ്മമാണ്. ചിലരൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് പറയും, ഞങ്ങൾക്ക് ഭൂമിയില്ല. അവരെ ഭൂമി ഉണ്ടോ ഇല്ല എന്നില്ല, അവൻ എത്രയുണ്ടോ അവന്റെ കസ്റ്റഡിയിൽ, അവന്റെ ടെറിട്ടറിയിൽ അവിടെ അത് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ധർമ്മം കുലധർമ്മമാണ്. കുലധർമ്മം അനന്തര തലമുറയെ നമ്മളെക്കാളും മെച്ചപ്പെട്ടതാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ചെയ്യണം. അനന്തര തലമുറ നമ്മളെക്കാളും മെച്ചപ്പെട്ടതായിരിക്കണം. എല്ലാ കാര്യത്തിലും, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടതായിരിക്കണം, കഴിവിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടതായിരിക്കണം, ബുദ്ധിയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ടതായിരിക്കണം, എന്തും ചെയ്യുന്നതിലുള്ള കാര്യത്തിൽ അവൻ മെച്ചപ്പെട്ടതായിരിക്കണം. അത് നമ്മുടെ കുലധർമ്മമാണ്. എന്തിന്? കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു, കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നേടുന്നവരായിരിക്കണം അനന്തര തലമുറ. ഇത് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്തു പോകേണ്ട ഒരു ജീവിയാണത്. സകല ജീവജാലങ്ങളും അനന്തര തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയാണ് അനന്തര തലമുറ വേണ്ട എന്ന് ഉറക്കെ പറയുന്ന ഒരൊറ്റ ജീവിയേ ഉള്ളൂ. ആ ജീവി അനന്തര തലമുറയെ മെച്ചപ്പെടുത്തേണ്ട ജീവിയാണ്. അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ നമ്മൾ എടുത്തേ പറ്റൂ. അവന് കൊടുക്കുന്ന അന്നം,
അന്നങ്ങൾ 5ഉം കറക്റ്റ് ചെയ്യണം. അന്നങ്ങൾ 5. അനന്തര തലമുറയ്ക്ക് 5 അന്നങ്ങളും പ്രകൃതി വിധിച്ചതാക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. അപ്പോഴേ അത് കുലധർമ്മമായി പാലിക്കപ്പെടും. പഞ്ചഭൂതങ്ങൾ 5ഉം നമ്മുടെ കുട്ടിയെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ, അനന്തര തലമുറയെ സൃഷ്ടിക്കുമ്പോൾ, ആ അനന്തര തലമുറയ്ക്ക് പഞ്ചഭൂതങ്ങൾ 5ഉം പ്രകൃതി വിധിച്ചത് തന്നെയാണോ, അല്ലെങ്കിൽ ഒരു തിരുത്തൽ അവിടെ വേണം. അതാണ് മാറ്റം അവനവനിൽ തുടങ്ങണം എന്ന് പറയാനുള്ള കാരണം. അവനവനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ചില ആചാരങ്ങൾ ഉണ്ടാവും, നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ചില വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അനന്തര തലമുറയെ മെച്ചപ്പെടുത്താൻ എങ്ങനെ മെച്ചപ്പെടുത്തണം? പഞ്ചഭൂതങ്ങൾ 5ഉം മെച്ചപ്പെടുത്തണം. മെച്ചപ്പെട്ട പഞ്ചഭൂതങ്ങൾ, പ്രകൃതി വിധിച്ച പഞ്ചഭൂതങ്ങൾ 5ഉം അനന്തര തലമുറയ്ക്ക് കിട്ടാൻ ഉതകും വിധം നമ്മുടെ ചുറ്റുപാടുകളെ നാം മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ടായിരിക്കണം കർമ്മങ്ങൾ. അതായത് സ്വധർമ്മം ചെയ്യുമ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തെ ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഈ സൂര്യപ്രകാശത്തെ ഹാർവെസ്റ്റ് ചെയ്യാൻ സസ്യജാലങ്ങൾക്ക് മാത്രമേ കഴിയൂ. സസ്യജാലങ്ങളുടെ ഓരോ ഇലയും ഓരോ സോളാർ പാനലാണ്. ജീവനുള്ള സോളാർ പാനലുകളാണവ. അവയെ നമുക്കുണ്ടാക്കാനാവില്ല. നമുക്ക് സോളാർ പാനൽ ഉണ്ടാക്കാം, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സോളാർ പാനൽ ഉണ്ടാക്കാം. ജീവനെ ഉണ്ടാക്കാനുള്ള സോളാർ പാനൽ സൃഷ്ടിക്കാൻ അറിയില്ല മനുഷ്യന്. അതുകൊണ്ടാണ് സസ്യജാലങ്ങളുടെ ടെക്നോളജിയുടെ മുന്നിൽ മനുഷ്യന്റെ ടെക്നോളജി വെറും കളിപ്പാട്ടങ്ങളാണ്. സസ്യജാലങ്ങളുടെ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സോളാർ പാനൽ, ഒരു സസ്യജാലങ്ങളിലെ ഒരു ഇല ജീവനുള്ള ഒരു സോളാർ പാനലാണ്. അതിന് ജീവനെ സൃഷ്ടിക്കാൻ അറിയാം, ജീവനെ മുന്നോട്ട് ആനയിക്കാൻ അറിയാം. നമ്മൾ ഉണ്ടാക്കുന്ന സോളാർ പാനലിന് വെട്ടമുണ്ടാക്കാൻ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന സോളാർ പാനലിന് ജീവനില്ലാത്തതാണ്. അവനെ ജീവനെ മുന്നോട്ട് ആനയിക്കാനാവില്ല. ജീവിക്കുന്ന മനുഷ്യരുടെ സൗകര്യങ്ങൾ കൂട്ടാൻ ചിലപ്പോൾ ഉപകരിക്കാം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് ജീവനെ സൃഷ്ടിക്കാൻ, മുന്നോട്ട് പോകാൻ, ജീവന് വേണ്ടത് കൊടുക്കാൻ അതിന് സാധിക്കില്ല. ഇതാണ് കുലധർമ്മം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അനന്തര തലമുറയെ മെച്ചപ്പെട്ട നമ്മൾ സീഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഓരോ തലമുറ കഴിയും തോറും, ഓരോ പ്രാവശ്യത്തെ കൃഷി ചെയ്യുമ്പോഴും ആ സസ്യജാലങ്ങളുടെ വിത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. വിത്തുകളുടെ പരിണാമ വിധേയത്വത്തിന് നമ്മൾ കൂട്ടുനിൽക്കണം, നമ്മൾ സഹായിക്കണം സസ്യജാലങ്ങളെ. സസ്യജാലങ്ങളുടെ വിത്തുകൾ കൂടുതൽ കൂടുതൽ മുന്തിയ വിത്തുകളാക്കി കൊണ്ടുവരാൻ പണ്ടുകാലം മുതൽ 10,000 വർഷം ഇവിടെ നടന്ന ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ സംവിധാനം മാത്രം മതിയായിരുന്നു. ഇന്നത്തെ ഹൈബ്രിഡിന് വിത്തിനേക്കാളും മുന്തിയ വിത്തുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. എങ്ങനെയാണോ സസ്യജാലങ്ങളുടെ വിത്തുകളെ മുന്നോട്ട് പരിണമിപ്പിച്ച് മുന്നോട്ട് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയത്, കൂടുതൽ വിളവ് തരുന്ന, കൂടുതൽ ഗുണം തരുന്ന, കൂടുതൽ സുഖം പകരാൻ വരുന്ന വിത്തുകളെ പരിവർത്തനപ്പെടുത്തിയത്, അതേമാതിരി അതിലൂടെ നമ്മുടെ അനന്തര തലമുറയെ മെച്ചപ്പെട്ട മനുഷ്യരായി മാറ്റേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മം, അതിന്റെ ഉത്തരവാദിത്വം മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, ഇന്നത്തെ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, അന്നം ശരിയായതാണോ ആലോചിക്കേണ്ടതല്ലേ? ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളും ഡിവൈനാണ്. ഈ ഭൂമിയിൽ സകല, അത് ആരുടെ കുഞ്ഞായാലും ശരി, പണ്ഡിതന്റേതായാലും പാമരന്റേതായാലും ശരി, ബ്രാഹ്മണന്റേതായാലും ശരി, ആരുടെ കുഞ്ഞുങ്ങളായാലും ശരി, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞ് ഈശ്വരനാണ്, ഈശ്വര തുല്യരാണ്, ഡിവൈനാണ്. ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു 18 വയസ്സാകുമ്പോൾ ഡിവൈൻ അല്ലാതായിത്തീരുന്നുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം നാം അവർക്ക് കൊടുക്കുന്ന അന്നത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കുഴപ്പമാണ്. അത് തിരുത്തി വിദ്യാഭ്യാസം അടിമുടി തിരുത്തണം. അടിമുടി തിരുത്തി നമ്മുടെ തലമുറയെ എന്തെല്ലാം മെച്ചപ്പെടുത്താക്കണം.
നാം അവർക്ക് നൽകുന്ന അന്നങ്ങൾ 5 പെർഫെക്റ്റ് ആക്കി അവരെ ഡിവൈനാക്കി തന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട നടപടികൾ നമ്മൾ എടുക്കണം. അത് നമ്മളുടെ കുലധർമ്മമാണ്. അതായത് ഡിവൈനായി പിറക്കുന്ന ഒരു കുഞ്ഞിനെ ഡിവൈനായി തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഡിവൈൻ യൂത്ത് ആക്കി വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മളുടേതാണ്. അത് പിഴച്ചുപോയാൽ എല്ലാം പിഴക്കില്ലേ. അതിൻ്റെ ഒരു കുലധർമ്മം നമുക്കുണ്ട്. അടുത്തത് സനാതന ധർമ്മമാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സനാതനമായ ധർമ്മം, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. അതായത് സ്ഥായിയായത്, സ്ഥിരമായത്, മാറ്റത്തിന് വിധേയമല്ലാത്തൊരു ധർമ്മം. അത് മനുഷ്യന് മാത്രമായിട്ടുള്ളതല്ല. ഈ ഭൂമിയിലെ സകല സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യനും ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കും സർവർക്കുമുള്ള ഒരു ധർമ്മമാണ്. അത് സനാതനമാണത്. അത് മാറ്റത്തിന് വിധേയമല്ല. ആ നിയമം, ആ പ്രപഞ്ച നിയമം, പ്രാപഞ്ചിക നിയമം എന്താണെന്ന് മനസ്സിലാക്കി ഈ അണ്ടകടാഹം മുഴുവൻ ഒന്നടങ്കം ചലിക്കേണ്ടതുണ്ട്, ജീവിക്കേണ്ടതുണ്ട്. അതിൽ മനുഷ്യന്റെ പങ്ക് വളരെ വലുതാണ്. അറിയപ്പെട്ടിട്ടുള്ളതിൽ ജീവന്റെ തലം ഇത്രമാത്രം ഉയർന്ന് മനുഷ്യതലത്തിലെത്തിയ ജീവി വേറെ ഒരു ഗ്രഹവും നമ്മൾ ഇന്നേ വരെ അറിയപ്പെട്ടിട്ടില്ല. നമ്മുടെ കൺമുന്നിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. നിലവിലുള്ള ശാസ്ത്രം വെച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല. ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെക്കാളും മെച്ചപ്പെട്ട ഒരു ജീവി വിഭാഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രപഞ്ച വലിപ്പം, അതിനകത്തെ ഗ്രഹങ്ങളുടെ എണ്ണം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മനുഷ്യനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവി എവിടെയെങ്കിലും, പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും, ചിലപ്പോൾ നമ്മുടെ ഗാലക്സിയിലായിരുന്നില്ല, മറ്റൊരു ഗാലക്സിയിൽ ഉണ്ടായേക്കാം. അവരുമായി ബന്ധപ്പെടാനോ ശാസ്ത്രം ശ്രമിക്കുന്നുണ്ടെങ്കിലും നാളിതുവരെ ബന്ധപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ധർമ്മമുണ്ട്, ഒരു നിയമമുണ്ട്. ബന്ധപ്പെടാൻ നമുക്കാവും എപ്പോൾ, എങ്ങനെ എന്ന് മനസ്സിലാക്കി ആ കാലം വരുമ്പോൾ നമ്മൾ ബന്ധപ്പെടും. അപ്പോഴേ ബന്ധം സാധ്യമാകൂ. ഇതാണ് ഒരു കാര്യം. 3 ധർമ്മങ്ങളും പാലിക്കാൻ, പ്രകൃതി നിയമം പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈ 3 ധർമ്മങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതി നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇടമാണ് സ്വർഗം. പ്രകൃതി നിയമത്തെ ലംഘിക്കുന്ന ഇടമാണ് നരകം. പ്രകൃതി നിയമം ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇടങ്ങൾ മുഴുവൻ നരകമായി മാറും. പ്രകൃതി നിയമം പാലിച്ചുകൊണ്ട്, കൂടുതൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇടം സ്വർഗമാകും. അതായത് സ്വർഗം സൃഷ്ടിക്കാൻ മനുഷ്യനാവും, നരകവും സൃഷ്ടിക്കാൻ അവനാവും. സ്വർഗരാജ്യം വരേണമേ എന്ന് എല്ലാ ദിവസവും എത്ര സമയം വേണേലും പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വരണമെന്നുണ്ടെങ്കിൽ അത് താനേ വരില്ല, അവനവന്റെ കർമ്മത്തിലൂടെ വരും. ആ കർമ്മം ധർമ്മമാകണം. അപ്പോഴേ സ്വർഗരാജ്യം വരൂ, ആനന്ദരാജ്യം വരൂ, ആനന്ദ ലോകം വരും. അപ്പൊ അതാണ് പ്രകൃതി നിയമാനുസൃതമായി ജീവിക്കുന്ന ഒരു ഭൂമിയിലെ ഒരു ഇടം ആണ് സ്വർഗലോകം. ബാക്കി നരകലോകമാണ്. ഈ നരകലോകം, ഈ ലോകത്തെ സ്വർഗലോകമാകേണ്ട, എല്ലായിടവും സ്വർഗലോകമാകേണ്ട, ഈ ഭൂമിയിലെ ഓരോ തുണ്ട് ഭൂമിയും സ്വർഗലോകം ആകേണ്ട ഇതിന് പകരം അതിനെ നമ്മൾ നരകതുല്യരാക്കി നരകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ബുദ്ധിമാനായ മനുഷ്യൻ. ആ മനുഷ്യന് ബുദ്ധിയുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വികസനവും പുരോഗമനവും രണ്ടും രണ്ടാണ്. വികസനം എന്നാൽ അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യങ്ങൾ കൂട്ടലാണ്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ നമ്മളുടെ സൗകര്യങ്ങൾ നമ്മൾ കൂട്ടുന്നതിനെയാണ് വികസനം. അതിനാണ് ടെക്നോളജികൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സകല ടെക്നോളജികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സൗകര്യം കൂട്ടാനാണ്. റോഡിൽ
റോഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പെരക്കകത്തിരുന്ന് തന്നെ ഗേറ്റ് തുറക്കണം. റിമോട്ട് കൺട്രോളിലൂടെ ഗേറ്റ് തുറക്കണം. വരുമ്പോൾ റിമോട്ട് കൺട്രോളിലൂടെ ഗേറ്റ് തുറന്നു കിട്ടണം. ടെക്നോളജി അഡ്വാൻസ് ചെയ്തു. ഇത് സുഖ സൗകര്യം കൂട്ടലാണ്. റോഡ് കൂടി, വീട് കൂടി, വാഹന സൗകര്യങ്ങൾ കൂടി, എല്ലാവിധ ടെക്നോളജികളും വികസനങ്ങൾ ഉണ്ടാക്കാനാണ് വികസനം. യാതൊരു സംശയവുമില്ല. എത്രയോ ഒരു 100 വർഷം മുമ്പുണ്ടായിരുന്നതിൽ എത്രയോ കൂടുതൽ സുഖ സൗകര്യങ്ങൾ എല്ലാ വീട്ടിലും കൂടി, ലോകമെമ്പാടും എല്ലാ നാട്ടിലും കൂടി ഇത് കൂടിക്കൂടി വന്നു. എന്നാൽ പുരോഗമനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല മനുഷ്യനായി തീരുമ്പോഴാണ്. അതാണ് വികസനം പുരോഗമനവും രണ്ടും രണ്ടാണ്. വികസനം വേണം പുരോഗമനത്തോടൊപ്പം. മനുഷ്യനെ നന്മയുള്ള നല്ല മനുഷ്യനാക്കിക്കൊണ്ട് വേണം പുരോഗമനം. അല്ലാതുള്ള പുരോഗമനം യാതൊരു പ്രയോജനവും ഇല്ലാണ്ടാകും. യാതൊരുവിധ പ്രയോജനമില്ല. നിത്യജീവിതത്തിൽ സമാധാനം അത് കൊണ്ടുവരില്ല, സന്തോഷം അത് കൊണ്ടുവരില്ല. കോടികൾ സമ്പാദിച്ചാലും ശരി, എത്ര കോടികൾ സമ്പാദിച്ചാലും ശരി, ഭൗതിക സുഖ സാഹചര്യങ്ങൾ മുഴുവൻ കൂട്ടിയാലും ശരി, നന്മ അവിടെ വിളയില്ല. നന്മയുള്ള മനുഷ്യനെ, നല്ല മനുഷ്യരെ സൃഷ്ടിക്കണം. പുരോഗമനത്തോടൊപ്പം വികസനവും എന്ന നിലപാടെടുക്കണം. വികസനവും പുരോഗമനവും വേണം. പക്ഷേ മനുഷ്യന്റെ പുരോഗമനത്തിന് മുൻഗണന കൊടുക്കണം. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ പറ്റിയ രീതിയിൽ അതിനനുസരിച്ച് വികസനം കൂട്ടിക്കൊണ്ട് പോകാം. വികസനം വേണ്ട എന്നല്ല, വികസന വിരോധം ഇക്കോളജിയിൽ ഇല്ല. പക്ഷേ ഇക്കോളജിയിലെ വികസനത്തിൽ പ്രകൃതി നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു വികസനം ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാവില്ല. ടെക്നോളജികൾ പ്രകൃതി നിയമാനുസൃതമാക്കി അത് മാറ്റിയെടുക്കും. അപ്പോഴേ ടെക്നോളജികൾ നമുക്ക് മനുഷ്യകുലത്തിന് ഗുണകരമാവൂ. അല്ലെങ്കിൽ ടെക്നോളജികളെല്ലാം തന്നെ നമുക്ക് തിരിഞ്ഞു കുത്തുന്ന ഒന്നായി തീരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഫിസിക്സ് ടെക്നോളജി വികസിച്ചപ്പോ നമ്മുടെ തലയിൽ തന്നെ ഇടാനുള്ള ഒരു ഉപകരണങ്ങൾ ഉണ്ടാക്കി, ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഞാൻ തന്നെയാണ്, ഈശ്വരന്റെ അവതാരങ്ങൾ തന്നെയാണ്. ഈശ്വരന്റെ അഭിലാഷം നടപ്പിലാക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ് മുഴുവൻ. മൃഗജീവജാലങ്ങൾ മുഴുവൻ അതാണ്, സസ്യജാലങ്ങൾ മുഴുവൻ അതാണ്. അതിന് ദ്രോഹം ചെയ്യണോ? ചെയ്താൽ അത് ആർക്കിട്ടാണ് ആ ദ്രോഹം ചെയ്യുക? ഈശ്വരന്റെ അഭിലാഷം നടപ്പിലാക്കാനായി അവതരിച്ചവർ, അവരവർ അതിനാണോ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാതെ, അവരവർ അതിനു വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നാം ഇവിടെ ജന്മമെടുത്തതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വികസനവും പുരോഗമനവും തമ്മിൽ തിരിച്ചറിയുക. മനുഷ്യൻ നല്ല മനുഷ്യനാകാൻ വേണ്ട അന്നം കറക്റ്റ് ചെയ്യണം. ആദ്യം അന്നം കറക്റ്റ് ചെയ്യണം. അന്നം എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ജൈവ കൃഷിയിലൂടെ പഠിപ്പിക്കുന്നത്. ആദ്യം വേണ്ടത് വിഷമില്ലാത്തത് ഉണ്ടാക്കണം. അതിനുശേഷം അത് ന്യൂട്രീഷണൽ റിച്ച് ആക്കണം. അതിനുശേഷം അത് വിധിച്ചതിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ചെയ്തു കഴിഞ്ഞു. ജൈവ കൃഷിയിലൂടെ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് വ്യാപകമാകണം. അത്രേ വേണ്ടൂ. വ്യാപകമാകണം. എല്ലാ മനുഷ്യരുടെയും ആവശ്യത്തിനുള്ളത് യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കാൻ ഉതകുന്ന ഒരു നോളജ് ജൈവ കൃഷി നേടിയെടുത്തിട്ടുണ്ട്. എല്ലാ ന്യൂട്രീഷണൽ വാല്യൂ ഭക്ഷണത്തിൽ എത്തിക്കാനുള്ള വഴി നേടിയെടുത്തിട്ടുണ്ട്. വിധിച്ചതേത്, വിലക്കപ്പെട്ടതേത് എന്ന് തിരിച്ചറിയാനും ഇക്കോളജി നമുക്ക് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോവുക. അപ്പോ മനുഷ്യൻ നന്നാകണമെന്നുണ്ടെങ്കിൽ അന്നം നന്നാകണം. അന്നമയ കോശമാണ് മനോമയ കോശം. അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുക. അന്നം നന്നാകണമെങ്കിൽ കൃഷി നന്നാവണം. കൃഷി നന്നാവണമെന്നുണ്ടെങ്കിൽ ഏത് കൃഷി വേണം എന്ന് ആർക്കും തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. വിഷമിടുന്ന വേണോ, കീടങ്ങളെ മുഴുവൻ കൊന്നിട്ട് വേണോ, ഏകവിള കൃഷി വേണോ എന്നൊക്കെ തീരുമാനിക്കാവുന്നുള്ളൂ. അതോടൊപ്പം അന്നം നന്നാക്കാനുള്ള കൃഷി ശരിയാക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസം. ഇന്ന് നമ്മൾ ലോകമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്
ഇനി ഇവിടെ പോലും വളരെ അധികം ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന സ്ഥലം സ്പെയിൻ ആണ് എന്ന് കേട്ടിട്ടുണ്ട്. സ്പെയിനിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനേക്കും അപ്പുറത്ത് ഉള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നാളിതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഈ ഭൂമിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ മുഴുവൻ അത് കേവല വിദ്യാഭ്യാസം മാത്രമാണ്. കേവല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലിനായി, ജീവിത വരുമാനത്തിനായി ഒരു തൊഴിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ഈ തൊഴിലിനായിട്ടുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വിജ്ഞാന വിദ്യാഭ്യാസം കൂടി കൊടുക്കണം. വിജ്ഞാന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ ഈ ഭൂമിയിൽ എന്തിനാണ് അവൻ ജന്മമെടുത്തതെന്നും എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരെ അവനെ കാണേണ്ടതെന്നും മറ്റുള്ളവരുടെ ജീവജാലങ്ങളുടെ സമീപനം എന്തായിരിക്കണമെന്നും എന്തെല്ലാം കർമ്മങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതെന്നും ധർമ്മങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതെന്നും പഠിച്ച് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ ഉതകുന്ന ഒരു വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ഈ രണ്ടും നമുക്ക് തെറ്റിയത് രണ്ടും, അന്നം തെറ്റി വിദ്യാഭ്യാസം തെറ്റി. ഇത് രണ്ടും ശരിയാക്കാനുള്ള പദ്ധതി നമുക്ക് വേണം. അത് ലോകം മുഴുവൻ ചെയ്യാനായിട്ട് വേണ്ട എന്നാണ് ഇക്കോളജി പറയുക. നിങ്ങളുടെ ഇടത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. എന്നാൽ അത് ലോകം മുഴുവൻ നടപ്പിലാക്കാൻ ഉതകുന്ന റോൾ മോഡലുകളാകണം, അല്ലെങ്കിൽ മൈക്രോ മോഡലുകളായിരിക്കണം അത്. ഇത്രയും കാര്യങ്ങളാണ് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന ആ ഒരു നിയമം, ഇക്കോളജി എന്ന ശാസ്ത്രത്തിന്റെ ഒരു തത്വം അതാണ്. അതായത് ഒരു പ്രമാണം അതാണ്. നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ഇതിൽ നിൽക്കുക. ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം വശത്താക്കുക. അത് സഹജമാണ്, എല്ലാവരിലുമുള്ള ശാസ്ത്രമാണ്. കണ്ണൊന്ന് തുറന്നാൽ മാത്രം മതി, അത് വേണമെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്കത് ഉണർന്നു വരും. സഹജമായ ഇൻഹെറിറ്റഡ് ഇൻബോൺ ശാസ്ത്രമാണ് ഇക്കോളജി. അത് ശാസ്ത്രവുമാണ് കലയുമാണ്. അത് പുസ്തകത്തിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ചിരിക്കുന്നത് കാണാതെ പഠിക്കാനുള്ള സാധനമല്ലത്. കണ്ണു തുറന്ന് കാണേണ്ട സാധനമാണ്. ചുറ്റുപാടിനെ കണ്ണു തുറന്ന് കണ്ടു പഠിക്കേണ്ട ഒരു സാധനം, അനുഭവിച്ച് പഠിക്കേണ്ട ഒരു സാധനമാണത്. ആ ശാസ്ത്രം പഠിക്കുന്നത് കൃഷിയിലൂടെയാണ്. മനുഷ്യന് വഴിതെറ്റിയത് കൃഷിയിൽ വഴിതെറ്റിയപ്പോഴാണ്. മനുഷ്യന് നേരായ പാതയിൽ എത്തിക്കാൻ ശരിയായ ഒരു കൃഷിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് കൃഷിയിലൂടെ ഒരു പുതിയ ലോകം എന്ന ആലോചനയുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സംശയങ്ങൾ തീർക്കാം. കുറച്ച് സമയമേ ഉള്ളൂ, എന്നാലും കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം നമുക്ക് സംശയങ്ങൾ തീർക്കാം. വലിയ കോംപ്ലിക്കേഷൻ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. ആക്ഷൻ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം. എപ്പോഴാണ് തിരുത്തേണ്ടി വരിക എന്ന് നമുക്ക് മനസ്സിലാകുക. ചെല്ലുന്നിടം ചെയ്യുന്നതെന്തും സങ്കടത്തിലാണ് കലാശിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് വഴിതെറ്റിയിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഇടപെടുന്ന എല്ലാ ഇടങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സങ്കടത്തിലാണ് കലാശിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, വഴിതെറ്റിയെന്നു. തിരുത്താൻ സമയമായി എന്ന് മനസ്സിലാക്കിക്കൊള്ളുക, തിരുത്താൻ തയ്യാറാവും.